ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നെയ്ച്ചോറ് ബാക്കി വന്ന നെയ്ച്ചോറ് വെച്ചിട്ടൊരു ഐറ്റമാണ് ഇട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നെയ്ച്ചോറിൻ്റെ തണവൊക്കെ വിടാൻ വേണ്ടി പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടയൊക്കെ ഉടച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കോഴിമുട്ടയും കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കി എടുക്കുക കേട്ടോ. ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചിക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അല്പം നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് വാടി വരുമ്പോൾ തക്കാളിയും ക്യാരറ്റും സവോളയും കൂടിയിട്ട് ചേർത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മാറ്റി വെച്ച കോഴിമുട്ടയും കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. എരിവിന് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലതും കൂടി ചേർത്തിട്ട് മിക്സ് ആയതിന് ശേഷം പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഈ നെയ്ച്ചോറ് മാറ്റി വെച്ച നെയ്ച്ചോറ് അതിൽ ചേർത്തിട്ട് നന്നായി ഇളക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ട് ചേർന്ന് വരണം, അപ്പോഴേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ തക്കാളി സോസും നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. നെയ്ച്ചോറ് ഇങ്ങനെ ചെയ്യണത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ.